ഉന്നതനും ഉയർന്നിരിക്കുന്നവനും പരിശുദ്ധൻ എന്ന നാമമുള്ളവനുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ എല്ലാവർക്കും പ്രഭാതവന്ദനം. കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻ കാന്തി, വ്യാകുലകാലം തീരാറായി ക്രൂശിൻ സാക്ഷികളെ, അയ്യാറിൽ നീ കണ്ടിടുമാ ദൂതസേനകളെ, അവരുടെ നടുവിൽ എൻ പ്രിയനെ കാണാം മേഘത്തിൽ. ബന്ധനമോ പല ചങ്ങലയോ ഉണ്ടാകാം ഭൂവിൽ, അതിലൊരു നാളും തളരാതെ പാർത്താൽ അത് ഭാഗ്യം. വ്യാകുലയായവളെ പ്രാവേ ബാഹായാണിവിടെ, കുതൂഹലമോടൊരു നാളിൽ നീ പാടിയിടും വേഗം. ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതവും കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ദാനമായി തന്നതിന് നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ സന്നിധിയിലേക്ക് താഴ്മയായി സമർപ്പിക്കുന്നു. ഞങ്ങളിലുള്ള എല്ലാ കുറവുകളും അവിടുന്ന് ക്ഷമിക്കുമാറാകണം. അങ്ങ് ഈ പ്രഭാതത്തിൽ ഞങ്ങളോട് സംസാരിക്കുമാറാകണം. അങ്ങ് സംസാരിക്കുന്ന വചനങ്ങൾ കേട്ട് ഗ്രഹിച്ച് അനുസരിക്കുവാൻ ഞങ്ങളുടെ എല്ലാവരുടെ ഹൃദയം ദൈവമേ അങ്ങ് തുറക്കുമാറാകണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ പരമയാഗമായി തീർന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദയ തോന്നി കേൾക്കണമേ സ്വർഗസ്ഥ പിതാവേ, ആമേൻ. താമസമില്ല തിരുസഭയെ, കാലം തീരാറായി, ക്രൂശിൽ മരിച്ചവനെ വേഗം കാണാം തേജസ്സിൽ. അരികൾ എതിർത്തതിനാൽ ഏറ്റവും ക്ഷീണിച്ചോ പ്രാവേ, ബിരുദ ലഭിച്ചവരന്നാളിൽ ചൂടും പൊന്മുടിയേ. ദൈവിക സന്ദർശനകാലം സമീപിച്ചിരിക്കുന്നു. യഹോവയുടെ ഭയങ്കരത്വം നിമിത്തവും യഹോവയുടെ മഹിമയുടെ പ്രഭ നിമിത്തവും മനുഷ്യർ പാറയിൽ കടന്ന് മണ്ണിൽ ഒളിക്കും, യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല. മനുഷ്യരുടെ നിഗളിച്ച കണ്ണ് താഴും, പുരുഷന്മാരുടെ ഉന്നതഭാവം കുനിയും. യഹോവ മാത്രം അന്നാളിൽ ഉന്നതനായിരിക്കും. സൈന്യങ്ങളുടെ യഹോവയുടെ നാൾ ഗർവവും ഉന്നതഭാവവുമുള്ള എല്ലാറ്റിന്മേലും നീളമുള്ള എല്ലാറ്റിന്മേലും വരും, അവ താണുപോകും. ഇതാ ദൈവിക സന്ദർശനകാലം സമീപിച്ചിരിക്കുന്നു. സന്ദർശന ദിവസത്തിലും ദൂരത്തു നിന്നും വരുന്ന വിനാശത്തെങ്കിലും നിങ്ങൾ എന്തു ചെയ്യും? സഹായത്തിനായി മനുഷ്യർ ആരുടെ അടുക്കൽ പോകും? സന്ദർശനകാലം വന്നിരിക്കുന്നു, പ്രതികാര ദിവസം അടുത്തിരിക്കുന്നു. ആ ദിവസത്തിൽ എൻ്റെയും നിങ്ങളുടെയും അവസ്ഥ എന്തായിരിക്കും? നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് മനുഷ്യരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം എന്ന് പരിശുദ്ധാത്മാവ് പ്രബോധിപ്പിക്കുന്നു. ദൈവം ഭൂമിയെ സന്ദർശിക്കും. യേശുക്രിസ്തു വീണ്ടും വരുമെന്നുള്ളത് നഗ്നമായ സത്യമാണ്. എന്നാൽ ആ സന്ദർശന ദിവസത്തിൽ മനുഷ്യരുടെ ഗതി എന്താകും? ദൈവം ഒരു പോക്കുവഴി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പോക്കുവഴിയെക്കുറിച്ച് കോടിക്കണക്കിന് മനുഷ്യരും ബോധവാന്മാർ അല്ല എന്നുള്ളതാണ് വാസ്തവം. എന്നെ കേൾക്കുന്ന എൻ്റെ സ്നേഹിതരെങ്കിലും ദൈവിക സന്ദർശന ദിവസത്തിൽ പോക്കുവഴി ഉണ്ടാക്കിയിരിക്കുന്ന ആ വിഷയത്തെക്കുറിച്ച് ഗ്രഹിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാകുന്നു. ന്യായവിധി ദിവസത്തിൽ ഞാൻ ഒന്നും അറിഞ്ഞില്ലായിരുന്നു എന്ന് പറയുവാൻ ഇടവരരുത്. അതുകൊണ്ട് വീണ്ടും വീണ്ടും നിങ്ങളെ ഓർപ്പിക്കുന്നത്, ദൈവത്തിൻ്റെ സന്ദർശനകാലം സമീപിച്ചിരിക്കുന്നു. ലോക സംഭവം മുഴുവൻ അത് വിളിച്ചറിയിക്കുകയാണ്. ഇസ്രായേലിനെ നോക്കുക, ലോകരാജ്യങ്ങൾ തന്നെ ഒരു പാഠം പഠിക്കുക. ദൈവം തൻ്റെ വചനത്തിൽ അരുളിച്ചെതിരിക്കുന്ന കാര്യങ്ങൾ ഒന്നൊന്നായി നിറവേറിക്കൊണ്ടിരിക്കുകയാണ്.
അതിൻ്റെ പരിസമാപ്തിയാണ് ക്രിസ്തുവിൻ്റെ വീണ്ടും വരവ്. ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിൽ ക്രിസ്തുവിനോടൊത്ത് പോകുവാൻ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നു. ഈ വചനങ്ങൾ നമ്മളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തിനായി മാറട്ടെ. പലവിധ മൂഢർ കടിമകളായി പാർക്കും നേറാവേ, വരുമേ നിന്നുടെ പ്രിയകാന്തൻ ഖേദം തീർപ്പാനായി. ക്രൂരജനത്തിൻ നടുവിൽ നീ പാർക്കും നോബ്രാവേ, ദൂതഗണങ്ങൾ ഒരു നാളിൽ ഉദിക്കും നിന്നെ. ദുഷികള സംഖ്യം കേട്ടാലും ദുഃഖിച്ചിടരുതേ, പ്രതിഫലമെല്ലാം പ്രിയകാന്തൻ നൽകിയിടും വേഗം. ഏഴകൾ പോലും നിൻ പേരിൽ ദൂഷ്യം ചൊല്ലിയിടും, ഭൂപതിമാരം നാളിൽ നിൻ ഭാഗ്യം മോഹിക്കും. ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തെ ഞങ്ങൾക്ക് നൽകിയതിന് നന്ദി പറയുന്നു. ദൈവമേ, അങ്ങയുടെ സന്ദർശനകാലം സമീപിച്ചിരിക്കുന്നു. ലോക സംഭവം മുഴുവൻ അത് വിളിച്ചറിയിക്കുന്നു. ഞങ്ങളെല്ലാവരും അങ്ങയുടെ സന്ദർശന ദിവസത്തിൽ അങ്ങയോടൊപ്പമായിരിക്കാൻ അവിടുന്ന് സഹായിക്കുമാറാകണം. ആയതിന് അങ്ങ് ഞങ്ങൾക്ക് നൽകിയ വചനം കേട്ട് ഗ്രഹിച്ച് അനുസരിപ്പാൻ കൃപ നൽകുമാറാകണം. ഈ സന്ദേശം ശ്രവിച്ച എല്ലാവരും ദൈവിക സന്ദർശന ദിവസത്തിൽ ദൈവത്തോടായിരിക്കാൻ ഇടയാക്കുമാറാകണം. ഈ സന്ദേശം സ്വീകരിച്ച എല്ലാവരെയും കേൾക്കുന്ന എല്ലാവരെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും സ്വർഗത്തിലെ ദൈവത്തിന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദയ തോന്നി കേൾക്കണമേ സ്വർഗസ്ഥ പിതാവേ. ആമേൻ. കഷ്ടതയോ പല പട്ടിണിയോ ഉണ്ടായിടട്ടെ, പ്രതിഫലമേറ്റം പെരുകിടും ബാഹവാസികളെ. പ്രതികൂലത്തിൻ കാറ്റുകളാൽ ക്ഷീണിച്ചിടരുതേ, മഷികാരാജൻ നിൻകൂടെ ബോട്ടിയിലുണ്ടല്ലോ. കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻകാന്തി, വ്യാകുലകാലം തീരാറായി ക്രൂശിൻ സാക്ഷികളെ. ആയാറിൽ നീ കണ്ടിടുമാ ദൂതസേനകളെ, അവരുടെ നടുവിൽ എൻ പ്രിയനെ കാണാം മേഘത്തിൽ. ആമേൻ. ഹല്ലേലൂയ.